795 റേറ്റ് വരുന്ന ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ ചന്തേരി മെറ്റീരിയലിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. 4 കളേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള 4 കളേഴ്സിലാണ് ഈ പ്രാവശ്യം ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് സ്റ്റോക്കേ കിട്ടിയിട്ടുള്ളൂ. ഇൻ കേസ് ഇത് ഹെവി എൻക്വയറി ആണെങ്കിൽ വീണ്ടും നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മെയിൻ ഹൈലൈറ്റിൻ്റെ പ്രൈസ് തന്നെയാണ് 795 ആണ്. അപ്പം നമുക്കിതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതുണ്ട്, നമ്മൾ എത്ര തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നൊന്നും അറിയത്തില്ല, അത്രയും തവണ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ചന്തേരി ഫാബ്രിക്. ഇതുപോലെ ഒരു ലക്നവി സ്റ്റൈൽ വർക്കാണ് പാനലായിട്ട് പോയേക്കുക. ബാക്കി പോർഷൻസിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒത്തിരി തവണ ഈ ഒരു ടൈപ്പ് പാറ്റേണും ഇത് തന്നെ സിമിലർ ആയിട്ട് ഇത്രയും ഹൈലൈറ്റഡ് അല്ലാതെ ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡിസൈനോടെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര വിത്തിൻ സെക്കൻഡ്സും കൊണ്ട് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ്. ബോട്ടം ആൻഡ് ഇന്നർ കൊണ്ട് ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓണർമാരുടെ അടുത്ത് പറ, ഇതെങ്ങനെയും കൊണ്ടുവരാൻ പറഞ്ഞവരെ പെട്ടെന്ന് വാങ്ങിച്ചോളുക. നമ്മൾ ഇന്നാൾ ലാസ്റ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പം ഉടനെ ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസ് കൊണ്ടുവരുന്നത്. ബട്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കളേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. സെക്കൻഡ് കളർ ഈ ഒരു ബ്ലൂ ആണ്. വീഡിയോയിൽ ഈ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് വരുന്നത്, അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല, ചൂടെ ലൈറ്റ് ആണ്. അത് നമ്മൾ റെഗുലറി കൊണ്ടുപോകുന്ന കളേഴ്സാണ്. കളേഴ്സിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, അതുപോലെ പാറ്റേണിലും മാറ്റം വന്നിട്ടില്ല. ഇതുണ്ടോ, ഒരു ഹെവി ആയിട്ട് പാനൽ സ്റ്റൈല് ആരി വർക്ക് അല്ലെങ്കിൽ ലക്നോവി സ്റ്റൈൽ വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി പോർഷൻസിൽ ഈ ഫ്ലവർ വർക്ക്സ് മാത്രം സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ബോട്ടം ആൻഡ് ഇന്നറും കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രേപ്പ് പീസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബോട്ടം ആൻഡ് ഇന്നർ വരുന്നത്. അത് 4 മീറ്റർ തികച്ചില്ല, എന്തായാലും 3.5 അത്രയൊക്കെ വരുള്ളൂ. ഇതാണ് ടോപ്പിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ്, അതായത് നല്ല കളർഫുൾ ആയിട്ട് ചെയ്യുന്ന ഷെയ്ഡ്സിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാവർക്കും ചേരും. ഈ ഒരു വർത്ത് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. 2 ബോർഡേഴ്സിലും ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്. ബാക്കി പോർഷൻസിൽ ഇതുപോലത്തെ വർക്കാണ് ചെയ്തേക്കുക. സോ ഇതാണ് അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു പീച്ചിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ ഇപ്പം സെക്കൻഡ് ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. അതായത് ഈ സെയിം ഫാബ്രിക്കിൽ ഫുൾ ഇങ്ങനെ ഈ ടൈപ്പ് എംബ്രോയ്ഡറി അല്ല, അതായത് ഈ ലക്നവി സ്റ്റൈൽ അല്ല, ഫുൾ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആയിരുന്നു, ഫുള്ള് വരുന്നതായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചത്. അപ്പം ഈ ഒരു ഡിസൈൻ ഫ്രീക്വൻ്റ്ലി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു ഡിസൈൻ എങ്ങനെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം വേണ്ട ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുള്ളത്. എന്ന് കൊണ്ടുവന്നാലും ഇതും ആ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസൈനും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ്. അപ്പം പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക. അതാണ് ലുക്ക്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഒരു യെല്ലോയുടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെമൺ കളർ ഷെയ്ഡാണ് വരുന്നത്. 4 ഷെയ്ഡ്സ്, യൂഷ്വൽ ആയിട്ടുള്ള 4 ഷെയ്ഡ്സ്. സെയിം പ്രൈസ് റേഞ്ചുമാണ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. നിങ്ങൾക്കത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. നല്ല ഡിമാൻഡഡ് ഐറ്റമാണ്. നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഇതിന് നല്ല എൻക്വയറി ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പം എല്ലാ തവണയും ചോദിക്കുന്ന പോലെ ഇനി അടുത്ത റീസ്റ്റോക്കിന് വേണ്ടി ഒന്നും കാത്തു നിൽക്കേണ്ട. എന്നും ഒരേ പാറ്റേൺസ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടണമെന്നില്ല. അപ്പം വേണ്ടവർ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളുക. താങ്ക് യു.